നമ്മൾ ഏറ്റവും കൂടുതൽ ആരെയായിരിക്കും അവഗണിക്കുന്നത്? ഒരു സംശയവും വേണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ആളുകൾ നമ്മൾ തന്നെ, നമ്മളെ തന്നെ. എല്ലാറ്റിനും പിന്നെ ആവട്ടെ എന്ന് പറയും. ഒന്ന് വ്യായാമം ചെയ്യണം, മടിയാണ്, അത് പിന്നെ ആവട്ടെ അല്ലേ? കാരണം അത് മാറ്റിവെക്കാം. അതേമാതിരി നമുക്ക് വേണ്ട പല പ്രവൃത്തികളും നമ്മളത് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ അതിനെയും നമ്മൾ സൈഡ് ലൈൻ ചെയ്യും. നമുക്ക് അനിഷ്ടങ്ങളുണ്ട് പലതും, അതിനെയും നമ്മൾ സൈഡ് ലൈൻ ചെയ്യും. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നമ്മളെയാണ്. നമ്മുടെ ആരോഗ്യം നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളെ ശ്രദ്ധിക്കാൻ മറ്റാരാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ഭർത്താവ്, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ടാവും. എന്നാലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ പൾസും അറിയുന്ന ആളാരാണ്? അത് നമ്മൾ തന്നെയല്ലേ. അപ്പം അത്രയും അറിയുന്ന നമ്മളെ തന്നെ ഇങ്ങനെ അവഗണിച്ചാലോ? അത്രയും സ്വാതന്ത്ര്യമുള്ള ആളെ നമ്മൾ അവഗണിക്കുന്നു. അത്രയും സ്വാതന്ത്ര്യമുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യം നമ്മളോടുണ്ട്. പക്ഷെ നമ്മൾ ആ സ്വാതന്ത്ര്യമൊക്കെ അങ്ങോട്ട് കളഞ്ഞ് നമ്മളെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തവനെ പോലെ ആക്കി മാറ്റുന്നു. അത് ശരിയാണ്? ഒരിക്കലും ശരിയല്ല. ഒരിക്കലും നമ്മളെ അവഗണിക്കരുത്. നമ്മളെ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഗ്രാഫ് എപ്പോഴും താഴത്തേക്കാണ്. സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവന് എങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും? സ്വയം ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തവന് എങ്ങനെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയും? നമ്മളെപ്പോഴും പറയും, നിന്നെ എനിക്ക് അറിയാം, നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ അറിയാം. അപ്പൊ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചല്ലേ? അതിനെന്തുകൊണ്ടാണ് പരിഗണന കൊടുക്കാത്തത്? എന്നും നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണ്. അപ്പൊ മറക്കണ്ട, നമ്മൾ ഇതിലൊരു മടി വിചാരിക്കരുത്. നമ്മളെ പരിഗണിക്കണം, നമ്മളെ നന്നായി പരിഗണിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷപൂർണമാവുള്ളൂ. ഒപ്പം നമുക്ക് കൂടെയുള്ളവരുടെ ജീവിതവും സന്തോഷപൂർണമാവുള്ളൂ.